മലങ്കര സഭയുടെ പള്ളികളിലെ അനധികൃത കയ്യേറ്റം എങ്ങനെയുണ്ടായി? എന്തുകൊണ്ട് കോടതി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നു? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. യഥാർത്ഥത്തിൽ ഈ ചോദ്യത്തിന് യാക്കോബായക്കാർ ഉത്തരം കണ്ടെത്തുകയാണെങ്കിൽ മലങ്കര സഭയിലെ എല്ലാ തർക്കങ്ങളും ഒഴിവാകും. സമാധാനത്തോടെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാനാകും. 1972 ചെറുവള്ളി CM തോമസ് അച്ഛൻ മലങ്കര സഭ അറിയാതെ ഒളിച്ച് ബോംബെയിൽ പോയി മെത്രാനായി. ഒരു സുപ്രഭാതത്തിൽ വെള്ള കുപ്പായം മാറി ചുമന്ന കുപ്പായമിട്ട് തിരികെ വന്നു. അന്ന് ഇന്നത്തെ സോഷ്യൽ മീഡിയയോ ദൃശ്യമാധ്യമങ്ങളോ ഒന്നുമില്ലായിരുന്നു. ചുരുക്കം ചില പത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് CM തോമസ് അച്ഛൻ മെത്രാനായ വിവരം അധികമാരും അറിഞ്ഞില്ല. അദ്ദേഹം ബോംബെയിൽ നിന്നും തിരിച്ചെത്തി മലങ്കര സഭയുടെ പള്ളികളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടെ ഉണ്ടായിരുന്ന വൈദികരെ മർദ്ദിച്ച് പുറത്താക്കി പള്ളികൾ പിടിച്ചെടുത്തു. മുൻപ് അദ്ദേഹം വികാരിയായിരുന്ന പുത്തൻകുരിശ് പള്ളിയിൽ കയറി സ്ഥിരതാമസമാക്കി. 2002 പുത്തൻകുരിശ് ആസ്ഥാനമായി ഒരു സൊസൈറ്റി ഉണ്ടാക്കി. യാക്കോബ എന്ന പേര് നൽകി. സൊസൈറ്റിയുടെ മറവിൽ മലങ്കര സഭ മൊത്തം പിടിച്ചടക്കാൻ ശ്രമിച്ചു. കോടതിയിൽ കേസിന് പോയി 8 നിലയിൽ പൊട്ടിയെന്ന് മാത്രമല്ല, സുപ്രീം കോടതി സൊസൈറ്റിയുടെ ഭരണഘടന റദ്ദാക്കുകയും കൂടി ചെയ്തു. പിടിച്ചുപറിച്ച പള്ളികളും സ്വത്തുവകകളും തിരികെ കൊടുക്കേണ്ടി വന്നപ്പോൾ പൊതുസമൂഹത്തെ പറ്റിക്കാനിട്ട പേരാണ് പള്ളിപിടുത്തം. യഥാർത്ഥത്തിൽ കട്ടതും മോഷ്ടിച്ചതും കൊന്നതും തിന്നതുമെല്ലാം ആരാണ്? മലങ്കര ഓർത്തഡോക്സുകാരാണോ? അല്ല, എല്ലാം ശ്രേഷ്ഠനും കൂട്ടരുമായിരുന്നു. ഇത് ഈ പുതുതലമുറയിലെ പലർക്കും അറിയില്ല. അവരെ പറ്റിക്കാനാണ് ഈ വ്യാജ പ്രചരണങ്ങൾ അത്രയും അഴിച്ചുവിടുന്നത്. കാശുകൊടുത്ത് കുറച്ച് രാഷ്ട്രീയക്കാരെ ചാക്കിലാക്കിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് നിയമവിരുദ്ധമായ ഈ സൊസൈറ്റി സഭയുടെ ലേബലിൽ കേരളത്തിൽ നിലനിൽക്കുന്നത്. അതും വളഞ്ഞ വഴി. എല്ലാ നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് തട്ടിക്കൂട്ട് സഭയായി നിലകൊള്ളുന്നു. ആരെ കൂട്ടുപിടിച്ചാലും കട്ട മുതൽ കണ്ടുപിടിച്ചാൽ ഒരു നാൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് കാലത്തിന്റെ കാവ്യനീതിയാണ്. പള്ളികളിൽ നിന്ന് ഒരു വിശ്വാസിയെ പോലും ഇറക്കിവിടാൻ മലങ്കര സഭ ഉദ്ദേശിക്കുന്നില്ല. അത് പതുക്കെ പറയേണ്ട കാര്യമല്ല, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവർക്കും അതാത് പള്ളികളിൽ തുടരാം. 934 ഭരണഘടനയും സുപ്രീം കോടതി വിധികളും അനുസരിച്ചാവണമെന്ന് മാത്രം. കോടതി വിധിയിൽ പറയുന്നത് പോലെ സമാന്തര ഭരണം അനുവദിക്കില്ല. സമാന്തര ഭരണം മുന്നിൽ കണ്ട് കോടതി തന്നെ അത് നിരോധിച്ചിട്ടുള്ളതാണ്. സംശയമുള്ളവർക്ക് 2017 സുപ്രീം കോടതി വിധി ഒന്നെടുത്ത് പരിശോധിച്ചാൽ മതി. അതിൽ വ്യക്തമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. വായിച്ചാൽ മനസ്സിലായില്ലെങ്കിൽ ഒരു നിയമവിദഗ്ധനെ കാണിച്ചാൽ പറഞ്ഞു തരും.